ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായ് ഫ്രെയിമിനെ കുറിച്ചാണ്. കറാമൻ്റെ സ്വന്തം ദുബായ് ഫ്രെയിം. ഇപ്പോൾ കറാമ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു കൊച്ചു കേരളത്തിനെ പോലെയാണ്. കൂടുതൽ മലയാളികൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് കറാമ എന്ന് പറയുന്നത്. അപ്പോൾ കറാമയിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കിട്ടാത്ത വിധ ഫുഡുകളൊന്നുമില്ല കേട്ടോ. എല്ലാവിധ ഫുഡുകളും അവിടെ ലഭ്യമാണ്. നാട്ടിൽ കിട്ടുന്ന സകല ഫുഡുകളും കറാമയിൽ നമുക്ക് കിട്ടും. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ മലയാളികൾ താമസിക്കാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും കറാമയിൽ തന്നെയാണ്. കാരണം റെൻറ്റും കുറവാണ്, എല്ലാ സാധനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സ്ഥലമാണ് കറാമ എന്ന് പറയുന്നത്. മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് സാധനങ്ങൾക്കാവട്ടെ വളരെയധികം വില കുറവുള്ളൊരു സ്ഥലം കൂടിയാണ് കറാമ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കറാമൻ്റെ സ്വന്തം ദുബായ് ഫ്രെയിമിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇത് കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ടെൻഷനും അടിക്കണ്ട, നേരെ വരിക കറാമ മെട്രോ സ്റ്റേഷനിൽ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഈ ഫ്രെയിം അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉയരം കൂടിയ ഫ്രെയിം എന്ന് അറിയപ്പെടുന്ന ഈ ഫ്രെയിമാണ്. അപ്പോൾ ഈ ഫ്രെയിം ആവട്ടെ ഇതിൻ്റെ പരിസരമാവട്ടെ അടിപൊളി സ്പോട്ടാക്കി എടുത്തിക്കണ ഇവർ. ഈ കാണുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പരിസരം എന്ന് പറയുന്നത്. അപ്പോൾ റണ്ണിങ് കോർട്ട് ഇവിടെ ഇട്ടിക്കണ്, അതുപോലെ വ്യായാമം ചെയ്യാനുള്ള എക്സസൈസിനുള്ള ഉപകരണങ്ങൾ ഒരു സൈഡിൽ സെറ്റ് ചെയ്തിരിക്കണേ. അപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് ആൾക്കാർ എക്സസൈസ് ചെയ്യണമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. റണ്ണിങ്, ജോഗിങ്ങും വാക്കിങ്ങും ഒക്കെ ചെയ്യണം ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ്. ഫ്രണ്ട് സൈഡിലാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് നേരിട്ട് കാണുമ്പോഴാണ് നമുക്കിതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഹൈറ്റ് ഉണ്ടെന്ന് നമുക്കിത് മനസ്സിലാവണം കേട്ടോ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കറാമയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. കാരണം ഫുഡിനായിക്കോട്ടെ സംസാരിക്കാൻ അറിയാത്ത പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം കൂടുതൽ നമ്മൾ മലയാളികളെ കാണുന്നതുകൊണ്ട് തന്നെ സംസാരിക്കാനും വഴികളും കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസൊക്കെ ചോദിക്കാൻ വളരെയധികം സുഖമാണ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഇൻറ്റീരിയറാണ്. എവിടുന്ന് നോക്കിയാലും ഇത് നല്ല ബ്രൈറ്റായിട്ട് നമുക്ക് കാണും. കാരണം എന്താ വെച്ചാൽ ഗോൾഡൻ ടച്ചാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. സൂര്യപ്രകാശം നല്ല തോതിൽ തട്ടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മനോഹരമായാണ്ട് ഈ ബിൽഡിംഗ്. അപ്പോൾ ഈ ദുബായിലെ ഈ ദുബായ് ഫ്രെയിം ആദ്യമായാണ്ട് ജനങ്ങൾക്ക് വേണ്ടി, സന്ദർശകർക്ക് വേണ്ടി തുറന്നു കൊടുത്തത് 2018-ലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമും അതുപോലെ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബിൽഡിങ്ങും സ്ഥിതി ചെയ്യുന്നത് ദുബായിൽ തന്നെയാണ്. അടുത്തടുത്താണ് ഈ ഏകദേശം. അപ്പോൾ ഈ ദുബായ് ഫ്രെയിമിൻ്റെ ഫ്രണ്ട് ഏരിയയിൽ നമ്മൾ എത്തിക്കണം. ടിക്കറ്റ് കൊടുക്കുന്ന ഏരിയക്ക് ഇപ്പോൾ നമ്മൾ എത്തി. ടിക്കറ്റ് എടുത്തുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ സാധിക്കും ഒരുപാട് വിദേശികൾ ഇത് കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്. ഇപ്പോൾ ടിക്കറ്റ് കിട്ടാൻ തന്നെ ഒരുപാട് ക്യൂ നിന്നിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊരു ക്യൂ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഗാർഡൻ ഏരിയക്ക് എത്തിയത്. ഇവിടെ നല്ലൊരു മനോഹരമായ വെള്ളച്ചാട്ടം സെറ്റ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കഴിഞ്ഞുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോഴാണ് ഈ കാണുന്ന ദുബായ്, ഓൾഡ് ദുബായിനെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് തരുന്നത്. ഇപ്പോൾ ഈ ദുബായ് ഫ്രെയിം എന്നതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പഴയകാല ദുബായിനെയും പുതിയ കാല ദുബായിനെയും ജനങ്ങൾക്ക് മനസ്സിലാക്കി തരിക എന്നതാണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെന്ന് കയറുന്ന തന്നെ ഈ ഒരു ഭാഗത്തേക്കാണ്. ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഓൾഡ് ദുബായിനെ കുറിച്ചാണ്. കാരണം പണ്ടത്തെ ജീവിത രീതികളും പണ്ടത്തെ ഭക്ഷണങ്ങളും പണ്ടത്തെ വസ്ത്രങ്ങളെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്തായിരുന്നു പഴയകാല ദുബായ് എന്ന് മനസ്സിലാക്കി തരുന്ന തോതിലുള്ള വിവരങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിച്ചത്. ഇനി ബാക്കിയുള്ളത് നമുക്ക് മുകളിലത്തെ കാഴ്ചകളാണ്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് ലിഫ്റ്റിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ ഫ്ലോറിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ബ്രിഡ്ജാണ്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജും കൂടി നടക്കാൻ ചെറിയൊരു പേടി. കാരണം അടിയിലേക്ക് ദുബായ് മൊത്തത്തിൽ നമുക്ക് അടിയിൽ കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇതും കൂടി അല്ലാതെ നടക്കില്ലാതെ രക്ഷയില്ല. അപ്പോൾ ഞാനും തന്നെ അതിലൂടെ നടന്ന്. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്തിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം ബുർജ് ഖലീഫ അതുപോലത്തെ ആധുനിക ദുബായിനെയും മറ്റൊരു വശത്ത് നിന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദേര അതുപോലത്തെ ഓൾഡ് ദുബായിനെയാണ് കാണാൻ സാധിക്കുന്നത്. രണ്ടും വ്യത്യസ്ത രീതിയിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറയുന്നത് അതിമനോഹരമായ വ്യൂ ആണ്. ദുബായ് മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് എത്രത്തോളം ക്യാമറയിൽ ഇത് പകർത്താൻ പറ്റും അത്രത്തോളം ഞാൻ ഈ മാക്സിമം ഇതിൽ പകർത്താൻ ശ്രമിച്ചിരിക്കണം. പക്ഷേ നമ്മൾ നേരിട്ട് വന്ന് ഇവിടെ നിന്ന് നമ്മളെ കണ്ണുകൊണ്ട് കാണുന്ന ആ വ്യൂ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. അതിപ്പോൾ എത്രത്തോളം നമ്മൾ ക്യാമറയിൽ ഒപ്പിയെടുക്കാൻ ശ്രമിച്ചാലും ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണ് നമുക്ക് മനസ്സിന് നൽകുന്നത്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ലിഫ്റ്റിൽ നമ്മൾ താഴോട്ട് പോവുകയാണ്. മറ്റൊരു ഭാഗത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ താഴോട്ട് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ബിൽഡിങ്ങിൽ പ്രവേശിച്ചപ്പോൾ ഒരു ഭാഗത്ത് ഓൾഡ് ദുബായിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് അവർ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇനി ഭാവിയിൽ ദുബായ് എങ്ങനെ മാറണം, എങ്ങനെയാണ് ദുബായിനെ സെറ്റ് ചെയ്യാനുള്ള പ്ലാനെന്ന് ഇവിടെ 3D രൂപത്തിൽ ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നു. വിഷ്വൽ ചെയ്തുകൊണ്ട് കാണിച്ചു തരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മളിപ്പോൾ പുറത്തോട്ട് ഇറങ്ങി
ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചുറ്റുമുള്ള ഗാർഡൻസും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം എന്ന് പറയുന്നത് 6:45 അതുകൊണ്ട് തന്നെ സൂര്യന് അസ്തമിച്ച് തുടങ്ങിയിരിക്കണു. അപ്പോൾ ഇനി വിസിറ്റിങ്ങിന് വരുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടിക്കറ്റിന് ഇപ്പോൾ നമ്മളെ നാട്ടിലത്തെ ഏകദേശം ഒരു 1300 രൂപ വരുന്നുള്ളൂ. ദുബായ് പിന്നെ ദിർഹംസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 60 രൂപയിൽ താഴെ വരുന്നുള്ളൂ. അപ്പോൾ സൂര്യ അസ്തമിച്ചു. അപ്പോൾ നമുക്ക് നൈറ്റ് വ്യൂവും പാടിയും ജസ്റ്റ് ഒന്ന് കാണാം.